വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ചുക്ക. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസിയായി പെട്ടെന്ന് അതും ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 4 സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, 1.5 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത നമ്മുടെ ചിക്കനും. ഇത് ഏതാണ്ട് 1.5 കിലോൻ്റെ അടുത്ത് വരും കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതായത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം, നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി ഇതിലത്തെ. ഇതേ ആ ഉള്ളി മുഴുവൻ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. ഇനി എല്ലാ പൊടികളും മസാലകളൊക്കെ നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് നന്നായി പുരട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, അതുപോലെ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിരിക്കണേ, ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ എരിവിന് വേണ്ടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർക്ക് ഇനി ഇതിൻ്റെ അളവ് കൂട്ടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുക, പിന്നെ കറിവേപ്പില, അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചേർക്കണില്ല കേട്ടോ. ഇതിലേക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതിയല്ലോ കറിയിൽ. പിന്നെ നമ്മൾ നന്നായി ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഉള്ളി, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിന് കാരണം, ഈ ഉള്ളി ഫ്രൈ ചെയ്യണ കാരണം. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഈ കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ സാധാ ഓയിലൊന്നും ഉപയോഗിക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് വരില്ല. ആ വെളിച്ചെണ്ണയുടെയും കൂടി ടേസ്റ്റ് നമുക്ക് ആ കറിയിൽ കിട്ടും. എന്നിട്ട് എല്ലാം കൂടി നന്നായി ചേർത്ത് പുരട്ടി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ചേർത്ത് പുരട്ടി വെച്ച് ഏതാണ്ട് 2 മണിക്കൂറോളം അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. 2 മണിക്കൂറിന് ശേഷം നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെച്ച് കൊടുത്ത 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ചിക്കൻ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചിക്കൻ ആ വെളിച്ചെണ്ണയിലൊക്കെ നന്നായി ഒന്ന് യോജിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ, ചിക്കനിലുള്ള വെള്ളം തന്നെ വരും. ഇതേ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നന്നായി വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വേറെ വെള്ളമൊന്നുമില്ല, ചിക്കനിലെ വെള്ളം തന്നെയാണ്. നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ലേശം ടേസ്റ്റിന് വേണ്ടി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായി കുറുകി തുടങ്ങി. നമുക്ക് നല്ല ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യാം. അതല്ല നന്നായിട്ട് കട്ട വേണമെന്നുള്ളവർക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചുക്കയുടെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ? നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ടേസ്റ്റിയും അതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത്. നമുക്കങ്ങനെ സമയമൊന്നും മെനക്കെടേണ്ട. ആ ഒരു ഉള്ളി വഴറ്റിയെടുക്കണ ആ ഒരു ടൈം മാത്രം മതി, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് വഴറ്റാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും നാനിനും പൊറോട്ടയുടെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിച്ചെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.